അതൊരു കെട്ടുകഥ പോലെയാണ്. കാലം മുന്നോട്ട് പോകെ മനുഷ്യർ കൂടുതൽ ബുദ്ധിമാന്മാരായി എന്നതിന് തെളിവൊന്നുമില്ല. കാർഷിക വിപ്ലവത്തിൻ്റെ ആഗമനത്തിന് മുൻപ് തീറ്റ ശേഖരിച്ച് നടന്നിരുന്ന നാളുകളിൽ തന്നെ പ്രകൃതിയുടെ രഹസ്യങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. വേട്ടയാടിയിരുന്ന മൃഗങ്ങളുടെയും പ്രകൃതിയിലെ ഫലവൃക്ഷങ്ങളെയും ആശ്രയിച്ചായിരുന്നല്ലോ അവർ അതിജീവനം സാധ്യമാക്കിയിരുന്നത്. ക്ലേശരഹിതമായ ഒരു പൊതുജീവിതം സാധ്യമായി എന്നതിനേക്കാൾ ശരിയായിട്ടുള്ളത് കാർഷിക വിപ്ലവത്തിൻ്റെ വരവോടെ ജീവിതം കൂടുതൽ കഠിനവും തൃപ്തി കുറഞ്ഞതുമായി പരിവർത്തിച്ചു എന്നതാണ്. നായാടിയും തീറ്റ തേടിയും കഴിഞ്ഞിരുന്ന നാളുകളിൽ ജീവിതം പലവിധത്തിലും കൂടുതൽ പ്രചോദനകരവും പട്ടിണിയുടെയും രോഗപീഠകളുടെയും ആപത്തുകൾ കുറഞ്ഞതുമായിരുന്നു. കാർഷിക വിപ്ലവം കാരണമായി മനുഷ്യരുടെ കൈവശമെത്തുന്ന ആഹാരത്തിൻ്റെ അളവ് കാര്യമായി വർദ്ധിച്ചെങ്കിലും അത് അവരുടെ ജീവിതത്തെ കൂടുതൽ സുഖകരമോ രസകരമോ ആക്കിയില്ല. അവരുടെ വിനോദസമയം വർദ്ധിച്ചതുമില്ല. മറിച്ച് ജനസംഖ്യാ പെരുപ്പത്തിനും അമിത സുഖിമാന്മാരായ ഒരു വരേണ്യവർഗം രൂപപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്തു.